Focus. Presented by West London, Rockies Academic Zone, Alhambra, Russell Khema. And powered by Chembaka Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaka Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഞാൻ തന്നെയാണ്. കാരണം എന്നെക്കാൾ എന്നെ അറിഞ്ഞവർ ആരുമില്ല ഈ ലോകത്ത്. നമസ്കാരം. ഫോക്കസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Social grace means sharing in order to make the world a better place. എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷണൽ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹൗ ടു ബിൽഡ് ഫെയ്ത്ത് ഇൻ ചിൽഡ്രൻ ഫ്രം ദ ചൈൽഡ്ഹുഡ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികളുടെ പഠനത്തിൽ അവർക്ക് കിട്ടേണ്ട ഒരു വലിയ വാല്യൂ ആണ് അവർക്ക് അവരിലുള്ള വിശ്വാസം. അത് ഈ റെസീലിയൻസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ ആർക്ക് വേണ്ടി വരും? നമ്മൾ വളർന്ന് ജോലി നേടി നമുക്കൊരു എംപ്ലോയറെ കിട്ടി. എംപ്ലോയർ എനിക്കൊരു കാരിയർ തരണമെങ്കിൽ എംപ്ലോയർ എന്നെ നോക്കുന്നത് എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലികളെ ചെയ്തു തീർക്കാൻ എന്ത് ധൈര്യമുണ്ടെന്നുള്ളതാണ്. ഞാൻ മിസ്റ്റേക്ക് ഉണ്ടാക്കുമോ ഇല്ലയോ എന്നും പറഞ്ഞ് ജോലി ചെയ്യാൻ പോയാൽ എന്നും മിസ്റ്റേക്കായിരിക്കും. മിസ്റ്റേക്ക് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക, നാളെ എംപ്ലോയർ പറയുന്നതിനേക്കാളും പുതിയ രീതിയിൽ ചെയ്യുക, റിസ്ക് എടുക്കുക, ആത്മാർത്ഥതയിൽ നിന്നുകൊണ്ട് എംപ്ലോയറെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ജോലിയിലുള്ള എൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ഒരുപാട് അംഗീകാരം കിട്ടും. അഥവാ ജോലി സ്ഥലത്ത് അംഗീകരിക്കാതെ പോയാൽ അവിടെ ഒരു ബയസ്ഡ് എംപ്ലോയർ ആണെങ്കിൽ അടുത്ത അൺബയസ്ഡ് എംപ്ലോയർ എപ്പോഴേ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരു കാരിയറിൽ പ്രൊമോഷൻ കിട്ടാതാവുമ്പോൾ ഒരു കാരിയർ ബിൽഡ് ചെയ്യാൻ കഴിയാതെ പോയാൽ പല കാര്യങ്ങളിൽ പ്രധാനമായൊരു കാര്യം ഈ തൊഴിലിന് കൊടുക്കപ്പെട്ട ആളിന്, തൊഴിലെടുക്കാൻ പോയ ആളിന് അയാളിൽ തന്നെ വിശ്വാസമില്ല. ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്നു, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു, ആണിയടിക്കാൻ പറഞ്ഞാൽ ആണിയടിക്കും, നിർത്താതെ ആണിയടിക്കും, ഭിത്തി പൊട്ടിക്കും. അപ്പോൾ ചോദിച്ചാൽ എന്താ നീ ആ ഭിത്തി പൊട്ടിച്ചത്? സാറിപ്പോൾ നിർത്താൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന തൊഴിലിൽ സമ്പൂർണ്ണ വിശ്വാസം വേണം, അതിലുള്ള റിസ്ക് എടുക്കാനുള്ള കഴിവ് വേണം. അതുകൊണ്ട് ഫെയ്ത്ത് എന്ന് പറയുന്നത് അങ്ങ് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മൾ പബ്ലിക്കിൽ പെരുമാറുമ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകണം. വിശ്വാസത്തിനോട് പൂർണ്ണ പ്രതിബദ്ധത, വിശ്വാസം ശരിയാണെന്നുള്ള സമ്പൂർണ്ണ അണ്ടർസ്റ്റാൻഡിങ്, ഇത് വച്ചിട്ട് ഒരു പബ്ലിക്കിൽ ഒരു കാര്യം പറയാൻ പറ്റൂ. പബ്ലിക്കാണ്, ഏത് രീതിയിലും ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോൾ ചോദ്യം ചെയ്യുന്ന ആൾ പറയുന്നതാണ് സത്യം എന്ന് മനസ്സിലായാൽ അയാളെ സ്വീകരിക്കാനും അയാളെ അംഗീകരിക്കാനും എൻ്റെ വിശ്വാസങ്ങൾക്ക് കഴിയുമാറാകണം. കാരണം എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാനും ദൈവവുമായിട്ടുള്ള കടപ്പാടാണ്. ദൈവാർപ്പണമാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ വിശ്വസിക്കും, നീതിയിൽ വിശ്വസിക്കും, ന്യായത്തിൽ വിശ്വസിക്കും. എന്നോ മാത്രവുമല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഞാൻ കൽപ്പിക്കും. അതുകൊണ്ട് അതെൻ്റെ ഒരു വൈകല്യമല്ല,
എല്ലാവർക്കും ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഞാൻ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ വിശ്വസിക്കാനും സത്യം എൻ്റെ വിശ്വാസം സത്യമല്ലാതായാൽ എൻ്റെ വിശ്വാസങ്ങളെ തിരുത്താനുമുള്ള ആത്മധൈര്യം ഫെയ്ത്ത് എനിക്കുണ്ടാകും. അങ്ങനെ നോക്കിയാലും ഒരു എംപ്ലോയർക്ക് അപ്പുറം പോയി ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കണമെങ്കിലും ഒരാളുടെ ഫെയ്ത്ത്, ബിലീഫ് ഇൻ ഹിംസെൽഫ്, ഇൻ വാട്ട് ഹി തിങ്സ് ഈസ് റൈറ്റ് ആൻഡ് ജസ്റ്റിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളൊരു കുടുംബത്തിലേക്ക് വരിക. സമ്പൂർണ്ണ വിശ്വാസം എന്നിലുണ്ടാകണം. ആ വിശ്വാസത്തോടു കൂടി എനിക്ക് എൻ്റെ ഭാര്യയെ കാണാൻ കഴിയണം, കുഞ്ഞുങ്ങളെ കാണാൻ കഴിയണം, എൻ്റെ ബന്ധുക്കളെ കാണാൻ കഴിയണം. എൻ്റെ കർമ്മങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ, എന്നിൽ എനിക്ക് വിശ്വാസമില്ലെങ്കിൽ, മറ്റുള്ളവരിൽ എനിക്ക് വിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ കുടുംബത്തിലും പരാജയം ഏറ്റുവാങ്ങും. ഒരുപാട് പേരെ അറിയാം വിശ്വാസമില്ലാതെ തല്ലിപ്പിരിഞ്ഞു പോയവരെ. ഒന്നുകിൽ ഒരു വിശ്വാസത്താൽ ശക്തിയില്ല എന്ന് കൽപ്പിക്കപ്പെട്ടു പോയവരെയും അല്ലെങ്കിൽ അമിത വിശ്വാസം എന്ന് പറഞ്ഞു പോയവരെയും എല്ലാം ഞാൻ കാണുന്നത് വിശ്വാസം എന്നുള്ളതൊരു അന്തസത്തയായിട്ട് പഠനത്തിൽ വരാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു കുട്ടിയിലേക്ക് ഇനി എടുത്തുകൊണ്ട് പോയാൽ സ്കൂളിൽ വരുന്ന കുട്ടിക്ക് ഉണ്ടാകേണ്ട സ്വഭാവ രൂപീകരണങ്ങളിൽ നിങ്ങളുടെ ഒരു കുട്ടിയെ തന്നെ മനസ്സിൽ കാണുക. ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കെയർ ഹാബിറ്റ്സ് ഉണ്ടാക്കണം, ഷെയർ ഹാബിറ്റ്സ് ഉണ്ടാക്കണം, റെസീലിയൻസ് ഉണ്ടാക്കണം. ഇതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ അവനിൽ ഉണ്ടാക്കേണ്ട ഏറ്റവും വലിയ ഒരു സ്വഭാവമാണ് ദ ഫെയ്ത്ത്, വിശ്വാസം. പലപ്പോഴും ഞാൻ കാണാറുണ്ട് വിശ്വാസക്കുറവ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. എൻ്റെ ഒരു സുഹൃത്ത് വന്ന് വിളിക്കും എന്നെ, എന്നിട്ട് പറയും ഇന്ന് വൈകിട്ട് നമുക്ക് കറങ്ങാൻ പോവാം. അപ്പോൾ എൻ്റെ വിശ്വാസം കറങ്ങാൻ പോകുന്നതൊന്നും അത്ര നല്ലതല്ല, അത് ഞാൻ ഒഴിവാക്കേണ്ടതാണ് എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുഹൃത്ത് 3-4 പ്രാവശ്യം വന്നിട്ട് വാടാ നമുക്കിന്ന് പോവാടാ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വിശ്വാസത്തെ ഞാനങ്ങ് ബലിയർപ്പിക്കും. ഞാൻ അവൻ്റെ പ്രേരണയെ പോവും. കറങ്ങി വന്ന വഴിക്ക് എന്നെ പോലീസ് പിടിക്കും. ഞങ്ങളെ പോലീസ് പിടിക്കുക എന്തെങ്കിലും വേണ്ടാതിനും കാണിച്ചു കാണും. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയും, എടാ നീയല്ലേ എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയത്, നീയല്ലേടാ എന്നെ ഒന്ന് വിളിച്ചത്. അതെങ്ങനെ ശരിയാവും? സുഹൃത്ത് വന്ന് വിളിക്കുമ്പോൾ അത് എനിക്ക് ബോധ്യപ്പെടണം, എൻ്റെ വിശ്വാസത്തിന് അംഗീകാരം ഉണ്ടാക്കണം. അങ്ങനെ വന്നിട്ട് പോലീസ് പിടിച്ചാൽ അവിടെ വന്നടാ നമുക്കിനി വന്നിടത്തുനിന്ന് കാണാം എന്ന് പറയാനുള്ള ധൈര്യം ഒരാൾക്കുണ്ടാകണം. ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ഓണർഷിപ്പ്, ചെയ്യുന്ന കാര്യങ്ങളോടുള്ള വിശ്വാസം, ബിലീഫ്, ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, അത് ഒരു കുഞ്ഞിന് സ്കൂളിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മാത്സും സയൻസും ഒക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ ഏത് പഠനവും വന്ന് അവസാനിക്കാനുള്ളത് വാല്യൂസിലാണ്. സയൻസ് പഠിച്ചാലും അതിങ്ങ് വാല്യൂവിൽ വരണം, മാത്സ് പഠിച്ചാലും അതിങ്ങ് വാല്യൂവിൽ വരണം, ഇംഗ്ലീഷ് പഠിച്ചാലും ഇങ്ങ് വാല്യൂവിൽ വരണം, കളിക്കുമ്പോഴും ഇങ്ങ് വാല്യൂവിൽ വരണം. ഏത് ചെയ്താലും സ്വന്തം വാല്യൂവിൽ വന്ന് അവസാനിക്കണം. സ്വന്തം വാല്യൂയുടെ രൂപീകരണം ഉണ്ടാകണം. സ്വന്തം വാല്യൂവിൻ്റെ രൂപീകരണത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് മഹാത്മാഗാന്ധി മൈ ലൈഫ് ഈസ് ആൻ എക്സാമ്പിൾ ടു അതേഴ്സ് എന്ന് പറയണം. അപ്പം അതുകൊണ്ട് സ്കൂളിന് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത, കുട്ടികൾക്ക് ഒരിക്കലും നഷ്ടം വരാൻ പാടില്ലാത്ത, കുട്ടികളെ ഒരു ഉത്തമ വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കുട്ടി ആരോ ആയിത്തീരട്ടെ. കുട്ടിയുടെ ടാലൻ്റ് അനുസരിച്ചിട്ട് ഇനി ഒരു അവസരത്തിലൊരു ചോദ്യം വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഒരാൾ ഡോക്ടറാകുന്നതും എൻജിനീയർ ആകുന്നതും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനാകുന്നതും എന്തു ആകുന്നതും രക്ഷകർത്താക്കളുടെ ഡ്രീമിൻ്റെ സാക്ഷാത്കാരമാവില്ല. ആകുന്നത് ആ കുട്ടിയുടെ ടാലൻറ്റിൻ്റെ മൂർത്തിമദ്ഭാവമാണ്. കുട്ടിയുടെ ടാലൻറ്റും കുട്ടിയുടെ ലക്ഷ്യബോധവും ഒന്നിക്കുമ്പോൾ അവനതായി തീരുകയും അവനതിൽ ഉറച്ച വിശ്വാസത്തിൽ അതിൽ ജോലി ചെയ്യുകയും ആ വിശ്വാസത്തിലൂടെ ആ ജോലിയുടെ എല്ലാ റിസ്ക് എടുക്കുകയും ചെയ്യും. അതിലൂടെ അവൻ സമൂഹത്തിനെ കൂടുതൽ സേവിക്കുകയും അവൻ്റെ ജീവിതം ഉജ്ജ്വലമാക്കുകയും ചെയ്യും. ഇതേത് സാധിക്കണമെങ്കിലും എല്ലാം ഒന്നിൽ വന്ന് അവസാനിക്കുമാറാകട്ടെ. ബിൽഡിംഗ് ഫെയ്ത്ത്,
building belief to the child. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് സ്റ്റെഫി സൈനിങ് ഓഫ് ഫ്രം അഥീന എഡ്യൂക്കേഷൻ. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 9714244457. മിന്നൂസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നൂസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ. ഹൈ ടീ, ഫൈൻ ക്വാളിറ്റി. Hello and welcome to another segment of Aras Medical Devices Exclusive. In today's segment, we are going to learn more about the staff responsible for medical and laboratory gas engineering infrastructure, the clinical architecture, downstream biomedical and respiratory systems. Good evening to all. Today we are covering the area for the medical gas system, which is one neglected area. Probably people are thinking that it is very easy, but it is one of the critical, and we want to cover that area. One is giving a training to the medical gas technicians or the people who are handling this medical gas system. We will start from the medical gas system, which is filled in the cylinders. When you go to the hospitals or any other healthcare centers, you will see many cylinders are lying everywhere. That cylinder is having some of the cylinders are empty, some of the cylinders are full, some of them are poisonous, some of them are hazardous, some of them are corrosive. Therefore, there are many precautions to be taken for the cylinder management. When you say cylinder management system, sometimes the cleaners are handling this medical gas system in the hospital. Operation theatre, whenever there is an operation theatre, they wanted to change the cylinders. Whenever they want to change the cylinders, they are always depending on the cleaners. Therefore, that is very important that that cleaner should know what they are bringing to the whenever the doctor is asking for it. Therefore, you first of all, that person who is handling the gas system or a cylinder system, they must be aware what is the pressure in that cylinder, what is the volume in that cylinder, what is the gas inside that cylinder. This should be aware about by the person who is handling these cylinders. It is very important. Therefore, we should give them a training. When we are talking about the training, we have to start from the low level to the engineers. When you talk about the low level, means you have so many staffs are working in the hospitals. Persons who are handling the cylinders, because of the cylinder, as we call the porter. Porter need a training. If without having a training, porter cannot handle the gas system. That's why I am repeating these things. One is the cylinder which is having explosive, high pressure is at 2000 psi minimum. That pressure itself we call 150 bar or 230 bar pressure is inside the cylinder, which is you cannot handle or you cannot put your hands. When you are handling the cylinder, you first of all you look at what is the valve connection. The valve connection which I are talking about, there is a non-interchangeable connection is there. There is a pin index connection is there. Bull nose connection is there. Screw connection is there. That's why you can see from here. You can see this. What are the type of cylinders? What are the color code is there? That's why we should identify almost 16 gases we are using for the medical application. That all the cylinders are different color, different valve connection, different pressure. The filling pressure is different. Working pressure is different. Therefore, we need to have give a training
for the staffs are working in the medical field or medical gas field, they should give them a training. One, that person should have a energetic person. He must know the language. What are the common language you are using here in the country? Definitely you should be aware about how to shout the person, that in case of any problems are happening, they should shout and say that explosion is there, or it should not be enter into that places, suffocation is there. All those things, that's the person who is handling the cylinders. Definitely he should be an energetic person, and also he should talk. He should be a language should not be a barrier for that. Therefore he should be speak loudly, shout loudly, and therefore we need to use a good person, a healthy person in the cylinder management system. Then we are talking how to connect the cylinders. Same thing, you should know what is the connection of the valve, you should know the connection of the manifold, you should know what is the type of gases we are using. If you are using oxygen to nitrous oxide into air, air into NOx, air into, all those connections, if it is not correct, the patient will die, our service will be completely interrupted. Therefore, definitely you need to have that training is very important. How we are going to do the training? One is you should give the training for the porters. You should give the training for if you are using as a cleaner, you should give them a training. Then the nurses should have the training. She should know or he should know that what is the type of gas we are using. Then you got a designated nurses should have the training for that. Then you should know that what is the gases we are going to give to the patient. The doctor should know that what is the gas and what is the prescription we should give to the nurses, type of gases, how you are going to use it. Anesthetist should know how that we can use that cylinders. Therefore, all this to have a training with authorized person, competent person, and maintenance, and all the engineers should be aware about that also, especially for the biomedical engineers. Thank you very much for the time, and I hope that this will be a good session and everybody should understand the importance of the medical gas system. Thank you very much. That brings us to the end of this segment of Aras Medical Devices Exclusive. Until we meet next time, this is your host Ansi Harshal signing off. Take care. Bye-bye. Gulf Brothers Hair Fixing. Wipe your baldness forever. Anantapuri Hotels and Restaurants, Muscat, Oman. A feast of flavors, a treat to your soul. Anantapuri Hotels and Restaurants, Muscat, Oman. Aras Group UAE. Aras Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aras Group. Call 971-424457. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. നമസ്കാരം. സ്മൈൽ ഡെന്റൽ ക്ലിനിക് മസ്കറ്റ് ഹെൽത്തി ലിവിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരാറുണ്ട്. ഈ അസുഖങ്ങൾ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഹെൽത്തി ലിവിങ്സ് പറയുന്നത്. ഇതിനൊക്കെ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഒരുപാടുണ്ട്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡോക്ടർ നമുക്ക് പറഞ്ഞു തരികയാണ്, ഡോക്ടർ മുരളി. കോവിഡ് കാലത്ത് ഇപ്പോൾ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളെ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കണമെന്നാണ് ജനങ്ങളുടെ ധാരണ. തീർച്ചയായിട്ടും വൈദ്യസഹായം അത്യാവശ്യമാണ്. പക്ഷേ നിങ്ങളെങ്ങനെ തിരിച്ചറിയും ലക്ഷണങ്ങളെ? ഒന്ന്, പ്രധാന രോഗലക്ഷണം പനിയും ജലദോഷവുമാണ്. ആ പനിയും ജലദോഷവും കഫക്കെട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ തന്നെ രോഗത്തെ തിരിച്ചറിയുകയും വൈദ്യസഹായം അഭ്യർത്ഥിക്കേണ്ടതും ആവശ്യമായി വരുന്നു. അതുകൊണ്ട് എങ്ങനെ പനി മെഷർ ചെയ്യും, എന്താണ് നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്നിവയെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം. ഇത് ഒരു ഇൻഫ്രാറെഡ് തെർമോമീറ്ററാണ്. തെർമോമെട്രിയുടെ ഏറ്റവും ആധുനിക രൂപങ്ങളിലൊന്ന്. ഇതിന് പല
തരത്തിലുള്ള ഇൻഫ്രാറെഡ് തെർമോമീറ്ററുകൾ നിങ്ങൾക്ക് കിട്ടും. ഈ ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൻ്റെ പ്രത്യേകത ഇത് നോൺ ടച്ച് ആണെന്നുള്ളതാണ്. അതായത് ശരീരത്തിൽ സ്പർശിക്കേണ്ട കാര്യമില്ല. രോഗിയുടെ അടുത്ത് 3 മുതൽ 5 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇത് പിടിച്ചുകൊണ്ട് രോഗിയുടെ ശരീരോഷ്മാവ് നമുക്ക് മെഷർ ചെയ്യാം. ആദ്യമായി ഇത് ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് ഈ തെർമോമീറ്ററിൽ വരുന്ന ആദ്യത്തെ ഡിസ്പ്ലേ. പിന്നെ എങ്ങനെ ഇതിനെ അളക്കും, തെർമോമീറ്റർ എങ്ങനെ ഉപയോഗിക്കും? പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീരത്തിലെ രക്തക്കുഴലുകൾ പല സ്ഥലങ്ങളിൽ വളരെ തൊലിക്കടി കൂടെ കടന്നു പോകുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ചെന്നി അല്ലെങ്കിൽ ടെമ്പിൾ എന്ന് പറയുന്ന ഏരിയ. അവിടെ ഉള്ള രക്തക്കുഴൽ, ആ രക്തക്കുഴലിൻ്റെ നേർക്ക് ഇതിനെ ചൂണ്ടി നിർത്തിക്കൊണ്ട് നമുക്ക് ശരീരോഷ്മാവ് ഏകദേശം കൃത്യമായി മെഷർ ചെയ്യാൻ സാധിക്കും. അത്രയും ഭാഗത്തെ മുടി മാറ്റിപ്പിടിക്കുക. മാറ്റിപ്പിടിച്ചതിന് ശേഷം ടെമ്പറൽ ആർട്ടറിയുടെ നേരെ തെർമോമീറ്റർ നീക്കി വെക്കുക. 3 മുതൽ 5 സെൻറ്റിമീറ്റർ അകലം സ്കിന്നിൽ നിന്ന് വേണം. തൊലിയിൽ നിന്ന് 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ പിടിച്ചുകൊണ്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക, ഞെക്കുക. മെഷർമെൻറ്റ് ഇവിടെ കാണാം. അടുത്ത ഒരു വിഭാഗം തെർമോമീറ്ററുകളാണ് ഡിജിറ്റൽ തെർമോമീറ്ററുകൾ. ഡിജിറ്റൽ തെർമോമീറ്ററുകളിൽ മുമ്പേ കണ്ടതുപോലെ തന്നെ ടെമ്പറേച്ചർ രേഖപ്പെടുത്തി വരും. എങ്ങനെയാണ് ആ ഡിജിറ്റൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഇനിയും ഏറ്റവും ലളിതമായിട്ടുള്ള തെർമോമീറ്റർ, കാലങ്ങളുടെ പ്രഹരശേഷി അതിജീവിച്ച യന്ത്രം, മനുഷ്യൻ്റെ ശരീരോഷ്മാവിനെ മനസ്സിലാക്കാൻ മനുഷ്യനെ സഹായിച്ച യന്ത്രം, ക്ലിനിക്കൽ തെർമോമീറ്റർ, നോർമൽ ക്ലിനിക്കൽ തെർമോമീറ്റർ. ഇതും നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും വില കുറഞ്ഞ ഉപകരണം 50 തൊട്ട് 75 രൂപ വരെ മാത്രമേ ഉള്ളൂ ഇതിന് വില. പക്ഷേ ഇതിനൊരു ദൂഷ്യമുണ്ട്. ഇത് മെർക്കുറിയിൽ രസം ആണ് ഇതിനകത്തെ പ്രധാന ഘടകം. ഇനിയും എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് മെഷർമെൻറ്റ്സ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഉപയോഗവും ഡിജിറ്റൽ തെർമോമീറ്ററിൻ്റെ ഉപയോഗവും ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ്. ഇനിയും നമുക്ക് ശരീരോഷ്മാവ് എത്രയായി എന്ന് നോക്കാം. കൈ അകത്തി ഇത് എടുക്കുക. അതിനുശേഷം മെഷർമെൻറ്റ് നോക്കുക. ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ചു തരുന്നു എങ്ങനെയാണ് മെർക്കുറി കോളം മെഷർ ചെയ്യേണ്ടതെന്ന്. നേരെ പിടിച്ച് നോക്കിയാൽ നിങ്ങളൊന്നും കണ്ടില്ലെന്ന് വരും. അതുകൊണ്ട് ചെറുതായിട്ട് ഈ തെർമോമീറ്ററിനെ നല്ല പ്രകാശത്തിൽ റോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ മെർക്കുറി കോളത്തിൻ്റെ അപ്പർ ബോർഡർ, ഏറ്റവും ഉയർന്ന ബോർഡർ കാണാൻ സാധിക്കും. കൂടുതൽ ആക്യുറേറ്റ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ 36.8 ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂട്ടത്തിൽ ഒരു 0.5 ഡിഗ്രി സെൽഷ്യസും കൂടെ ആഡ് ചെയ്യുക. അതാണ് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ആ സമയത്തുള്ള ബോഡി ടെമ്പറേച്ചറായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ശരീരോഷ്മാവ് എങ്ങനെയാണ് അളക്കുന്നതെന്നും തെർമോമെട്രിയെക്കുറിച്ചും ഞാൻ പറഞ്ഞു. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് പോലും ഈ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. സ്മൈൽ ഡെന്റൽ ക്ലിനിക് മസ്കറ്റ് ഹെൽത്തി ലിവിങ്സിന്റെ ഈ അധ്യായം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയ വിഷയവുമായിട്ട് എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ആർജി ജോബി മസല. ഫോക്കസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our email ID is focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, it's me, Ansi Harshil, signing off. Stay safe, stay responsible. Focus. Presented by West London, Rakis Academic Zone, Alhambra, Russell Khema. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Sharavana Instant Cook. Quality without compromise.